മഹാഗുരുശരണം. ഇന്ന് 2025 ഏപ്രിൽ 1 മീനഭരണി ദിവസം. ഭാരതത്തിൽ സാമ്പത്തിക വർഷ ആരംഭ ദിനം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. സമ്പത്ത് അവിഭാജ്യ ഘടകമാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് സമൃദ്ധിയാണ്. യൂണിവേഴ്സിന് സമൃദ്ധിയാണ്. എപ്പോഴും സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും സമൃദ്ധി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിലേക്ക് വന്നു ചേരാത്തതിൻ്റെ കാരണങ്ങൾ എന്തോ ഒക്കെ ചെറിയ ബ്ലോക്കുകളുണ്ട്. ടാങ്കിൽ വെള്ളമുണ്ട്, ഇടയ്ക്ക് മെയിൻ പൈപ്പിൻ്റെ അവിടെ തുറന്നു കഴിഞ്ഞാൽ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ അടുക്കളയിലെ പൈപ്പിൽ വെള്ളം വരുന്നില്ല എങ്കിൽ അതിൻ്റെ അടുത്ത് എങ്ങാണ്ട് ബ്ലോക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളിലും ചില ബ്ലോക്കുകൾ ഉണ്ടാകും. അത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നൊരു വ്യക്തിയുടെ മെസ്സേജ് കണ്ടു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശനി മാറിയതനുസരിച്ച് അദ്ദേഹത്തിന് വരുന്ന മാറ്റങ്ങൾ, അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ആ കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? സാറ് മൗനം പാലിക്കുന്ന എന്താണ്, അതിന് ഒഴിഞ്ഞു മാറുന്നത് എന്താണെന്ന് ചോദിച്ചു. ഒന്ന് ഞാൻ പറയാം, എന്ത് കാര്യങ്ങൾക്കും പ്രതിവിധി ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസവും അനുഭവമുള്ള ആളാണ് ഞാൻ. നമ്മളതിനെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നമ്മളിൽ സംഭവിക്കുന്നത്. എനിക്ക് ഒഫീഷ്യലിയൊക്കെ ഞാൻ വളരെയധികം കാര്യങ്ങൾ പേടിച്ച് അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച് ഒരു ഇൻക്രിമെൻ്റ് ഒക്കെ പോയ ആളാണ് ഞാൻ. ഇന്ന് എനിക്കറിയുന്ന വിദ്യ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാലും. മനസ്സിലായി? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കൊരു കാര്യം ഉണ്ടെന്ന് തോന്നിയാൽ, ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാൽ അതിന് സൊല്യൂഷൻ ഉണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ കാർമിക് എന്തോ കാര്യമാണോ ഇങ്ങനെ ഒരു കാര്യം വരാൻ പോകുന്നെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മളിൽ പലവിധ ചിന്തകൾ വരും, അല്ലേ? ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ചിന്തകൾ. ഇടയ്ക്ക് ഞാൻ കസര മുന്നോട്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ഇത് വരുന്നത്. ആ ചിന്തകൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിജക്റ്റ് എന്ന് പറയുക. മനസ്സിൽ റിജക്റ്റ് എന്ന് പറയുന്നതോടൊപ്പം ശ്വാസം വിട്ട് മനസ്സിലായോ? ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം 3 പ്രാവശ്യം ഈ കൈയെടുത്ത് കുടയുക. മനസ്സിലായോ? നമുക്ക് തീവ്രമായ വേദനകൾ വരും, എന്തെങ്കിലും പഴയ ചിന്തകൾ വരും, അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ള പേടിപ്പെടുത്തുന്ന ചില തോട്ട്സ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അത് മാറാനുള്ളൊരു ഇതാണ് ശ്വാസം വിടുക. ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്ന് മനസ്സിൽ റിജക്റ്റ് പറയുക. ആ റിജക്റ്റ് പറയുമ്പോൾ ഈ 3 പ്രാവശ്യം റിജക്റ്റ് പറയുന്നതോടൊപ്പം ഈ ശ്വാസം ശക്തമായിട്ട് പുറത്തേക്ക് മൂക്കിക്കൂടി വിടുകയും, മൂക്കിക്കൂടിയോ വായിക്കൂടി എങ്ങനെയാണെങ്കിൽ യുക്താനുസരണം, അതോടൊപ്പം ഈ കൈ കുടയുകയും ചെയ്യുക. നമ്മുടെ കൈ 3 പ്രാവശ്യം കുടയുകയും ചെയ്യുക. മനസ്സിൽ റിജക്റ്റ് പറയുകയും ചെയ്യുക. അപ്പോൾ ആ ചിന്തകളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും. ഇതൊരു ടെക്നിക്കാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്, എന്താണ്, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സാധിക്കണം, പക്ഷെ ഉറപ്പില്ല. നാളെയാണെന്ന് ലോട്ടറി, അല്ലേ? 10 കോടി ബമ്പർ എനിക്ക് അടിക്കണമെന്ന് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ കൈവച്ചിട്ട് കൊച്ചു കുട്ടികളൊക്കെ കാണിക്കുന്നില്ല, എന്ന് പറയുന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനം വേണോ, എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ട്, അതിന് ഭയങ്കര എന്താണ്, അത് കിട്ടുമോ ഇല്ലേ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. കാര്യം ഇതെന്താ വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ കുറച്ച് എനർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഞാൻ 2016 തൃശ്ശൂർ വന്നതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമായിരുന്നു. ബാങ്കിൽ രാവിലെ ആൾക്കാർ വരുമ്പോൾ മൂഡ് ഔട്ടായ ഇതൊക്കെ, ഞങ്ങളുടെ വേജ് റിവിഷൻ സെറ്റിൽമെന്റ് ആയില്ല, ഇന്ന് കുറേ ഉണ്ട്, സ്റ്റാഫ് ഇല്ല, അത്ര പേര് ലീവ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇത് ചെയ്തിട്ട്, അന്ന് ഞാൻ സെക്കൻഡ് ലൈൻ ആയിരുന്നു, AGM ബ്രാഞ്ചായിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും ചെയ്തിട്ട് ഇങ്ങനെ തമ്മി കൈയടിക്കുക. അപ്പം ഞാൻ അവിടെ കയറുന്ന ആ ഭാഗത്താണ് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്, പാറമേക്കാവിൻ്റെ അടുത്തുള്ള സിൻഡിക്കേറ്റ് ബാങ്ക്. അപ്പം എല്ലാവരോടും ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഇങ്ങനെ കൈയടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിലൊരു എനർജി ഉണ്ടാകും. മനസ്സിലായോ? ഇതൊക്കെ ഒരു ടെക്നിക്കാണ്, യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിഷമിക്കാൻ വളരെയധികം കാരണങ്ങളുണ്ട്. നിസ്സാര ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ വീടുകളിൽ എവിടെയെങ്കിലും താമസിക്കുകയാണെന്ന് വെച്ചു. ഇപ്പോൾ ടൗണിലൊക്കെ നിൽക്കുന്നവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും, എവിടെയെങ്കിലും നല്ല വൃത്തിയായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം കിടപ്പുണ്ട്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറയുന്നത് ടെക്നിക്ക് യൂസ് ചെയ്യണ്ട, പക്ഷെ അവിടെ ആരെങ്കിലും, ഇപ്പം നമ്മളാകട്ടെ, കൊണ്ടുപോയിട്ട് ഒരു എന്തെങ്കിലും ഒരു കിറ്റ് ഇട്ടു എന്ന് വെച്ചോ, അത് വേസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ സ്വർണ്ണക്കട്ടി ആയിരിക്കാം, പക്ഷെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണെന്ന് ആൾക്കാർ ധരിക്കും. പിന്നെ ഇതിൻ്റെ പുറകെ എല്ലാവരും വേസ്റ്റ് കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങും. മനസ്സിലായേ? ഇതുപോലെയാണ് നമ്മുടെ ചിന്തകൾ. നമ്മൾ ഹിതകരമല്ലാത്ത ചിന്തകൾ നമ്മുടെ ആലോചിച്ചുകൊണ്ടിരുന്ന നാട്ടുകാരുടെ മനസ്സിലുള്ള ചിന്തകളും നമ്മളിലേക്ക് വരും. കാര്യം എന്താ വെച്ചാൽ, ചിന്തകൾ വരുന്നത് അതൊരു ഫ്രീക്വൻസിയാണ്, അത് എനർജിയാണ്. ഇതിക്കുള്ളത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല.
അപ്പോൾ അത് മാറ്റാനായിട്ട് വരും, ചിന്തകൾ വരും, എല്ലാ മനുഷ്യരും വരും. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ ഉയർന്ന തലത്തിലുള്ളവരായിരിക്കും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ഹിതകരമല്ലാത്താണെങ്കിൽ നമുക്ക് ഹിതകരം ഇങ്ങനെ വലിച്ചെടുത്തോളണം. മനസ്സിലായി? ഈ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമുക്ക് മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ ഓറയിൽ മാറ്റം ഉണ്ടാകും. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അബാക്കിൽ വന്നതിന് ശേഷം 2 മാസത്തോളം ആയെന്ന് തോന്നുന്നു പലരും പേഴ്സണലി ഗൈഡൻസ്, ചിലർക്ക് 1-2 പ്രാവശ്യം പറയുമ്പോൾ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ അതിൽ പലരും സന്തോഷവാന്മാരാണ്. ഇടയ്ക്ക് ഫീഡ്ബാക്ക് തരാറുണ്ട്, സാറേ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയാം. അതാണ് വേണ്ടത്, മനസ്സിലായേ? അപ്പോൾ ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ പോലെ സ്വയംവരാർച്ചന ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ സ്വയംവരാർച്ചന ചെയ്യാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ. ഞാനായിട്ട് ഒരാളോട് സ്വയംവരാർച്ചന പോയി ചെയ്യൂ, കല്യാണം നടക്കാൻ സ്വയംവരാർച്ചന ചെയ്യുന്നു ഞാൻ ആരോടും പറയാറില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ, അത് വേണ്ടാന്നൊന്നും പറയുന്നു. കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ യഥാശക്തി ചെയ്യുക, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അല്ല അവിടെ ചെന്ന് ആ അർച്ചന, ഇവിടെ ചെന്ന് ഈ അർച്ചയെന്ന് ഞാൻ ആരോടും പറയാറില്ല. അപ്പോൾ എന്ത് കാര്യത്തിലും നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ മാറണം. ശരീരം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചില പറയുക, അല്ലാണ്ട് എന്തെങ്കിലും അത് ചെയ്യോ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ തലയും കുത്തി ഇങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മൂടും പോവും. മനസ്സിലായി? എപ്പോഴും തല ഉയർത്തി ഇങ്ങനെ നിന്നിട്ട് നേരെ നമ്മുടെ മുമ്പിൽ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടല്ലേ, ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുക. പിന്നെ ചിലർ പറയും എൻ്റെ നാളിതാണ്. ഇന്നലെ ഒരാൾ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് രോഹിണി നക്ഷത്രമാണ്, അത് രോഹിണി നക്ഷത്രം ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവായൂർ പോകുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, അവിടെ പോണ ആളുടെ നക്ഷത്രം എന്താണെന്നറിയാമോ? അല്ല, അവിടെ ഗുരുവായൂർ കണ്ണൻ്റെ നക്ഷത്രം രോഹിണിയാണ്. അപ്പോൾ ഒരു നക്ഷത്രവും നല്ലതെന്നോ നല്ലതല്ല, എല്ലാ നക്ഷത്രവും നല്ലതാണ്, നമ്മുടെ കാർമിക്സ് ആണ്. മനസ്സിലായി? അല്ലാണ്ട് നക്ഷത്രത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല. ആരും നക്ഷത്രത്തിലെയോ 9 ഗ്രഹങ്ങളെയോ 12 ആ രാശിയിൽ ഇത് നിൽക്കുന്ന കൊണ്ടാണ് പ്രശ്നം, ഈ രാശിയിൽ ഇത് നിൽക്കുന്ന കൊണ്ടാണ്, ഒന്നും മാറ്റാൻ പറ്റില്ല. അതങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്ന, അതിൽ നമ്മൾ എവിടെ നിൽക്കണമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എങ്ങനെ നിൽക്കണമെന്നും എവിടെ നിൽക്കണമെന്നും എങ്ങനെയുള്ള രീതിയിൽ നിൽക്കണമെന്നും നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മൾ ചെയ്യുന്നത് അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നവ അവരെന്നും സുഖത്തിനായി വരണം. ഇനി സുഖത്തിനല്ലെങ്കിലും അവരെന്നെ പാര വെക്കുന്നത് ദുഃഖകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുക, നമ്മുടെ ജീവിതം ധന്യമാകും. ഇത്രയും പറഞ്ഞുകൊണ്ട്, പറയാൻ പോയാൽ കുറേ ഉണ്ട്. ഞാൻ കൂടുതൽ ഇത് ചെയ്യുന്നില്ല, ഒരു 10 മിനിറ്റിൽ വീഡിയോ നിർത്താമെന്നാണ്. സ്റ്റാറ്റസ് ഇടുന്നത് നിർത്തി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാറ്റസ് കാണുന്ന പലരുമാണ് ഇത് പറയുന്നത്, ഇത് സ്റ്റാറ്റസിലാക്കണ്ട എന്ന് പറയും. ടെക്സ്റ്റ് മെസ്സേജ് പോലും സ്റ്റാറ്റസിലാക്കണ്ട എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു, ആരുടെ ആക്കണ്ട, പ്രശ്നം തീർന്നില്ലേ? കാര്യം സ്റ്റാറ്റസ് ആക്കി കഴിഞ്ഞാൽ ഓരോരുത്തരും അതുമേ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും മെസ്സേജസ് കൂടുക. ഇപ്പോൾ ഇന്നലെ തൊട്ട് സ്റ്റാറ്റസ് നിർത്തി. അപ്പോൾ ചിലർ പറയുന്നുണ്ട്, സാറേ സ്റ്റാറ്റസ് ആക്കണം, സാർ അതിൽ പറയുന്ന കാര്യങ്ങൾ പലർക്കും പ്രചോദനമാണ്. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ ഒരാൾക്കെങ്കിലും അത് അഹിതമാണെന്ന് തോന്നിയാൽ നമ്മൾ അപ്പം നിർത്തിക്കോളണം. അപ്പോൾ ആർക്കും അഹിതമായിട്ട് തോന്നി, ആ ആൾ പറഞ്ഞ് എൻ്റെ സ്റ്റാറ്റസ് ആക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും നിർത്തി. അപ്പോൾ എല്ലാവർക്കും കാര്യം എന്ന് പറഞ്ഞാൽ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നമ്മുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അതുപോലെ 1000 പേർക്ക് അത് പ്രയോജനപ്രദമാണെന്ന് തോന്നിയാലും ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിയാൽ അതിൻ്റെ കൂടെയാണ് ആയിരിക്കും യൂണിവേഴ്സ്, നമ്മളത് നിർത്തുക. പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എല്ലാവരും യൂട്യൂബിൻ്റെ താഴെ എന്താണെന്ന് വെച്ചാൽ എഴുതുക. അതിൽ ആരുടെയും ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ആകുന്നില്ല പറയുക. അതിനകത്ത് യൂട്യൂബിൻ്റെ ഡെയിലി ഞാൻ നോക്കുന്നുണ്ട്, അതിനകത്ത് വരുന്ന കമൻറ്റിന് ഇമ്മീഡിയറ്റ്ലി വോയിസ് ഇടണമെങ്കിൽ വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ മരണപ്പെട്ടവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിനെ കുറിച്ചൊരു കാര്യം വന്ന് അപ്പം തന്നെ ചെയ്തു. അതുപോലെ PSC ടെസ്റ്റ് എഴുതുന്നവരെ കുറിച്ച് എന്തെങ്കിലും അതിൻ്റെ ഗൈഡൻസ് ഇടണമെന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ വിത്തിൻ 1 അവർ, അത് കണ്ട് 1 അവർ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. കാര്യം അതൊക്കെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന കാര്യമാണ്, അത് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇത്രയും പറയുന്നു. അപ്പോൾ ഇന്നത്തെ ഉപാസന, അതുപോലെ ഇന്ന് വീനഭരണിയുടെ ആ പുണ്യ എനർജി, ആ പുണ്യ ദൈവികമായ ആ സ്രോതസ്സുകൾ എല്ലാവർക്കും കിട്ടട്ടെ. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങളുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ മനോകാമനാഭിഷ്ടം നടക്കാനും, കുടുംബത്തിൽ സന്തോഷം, ശാന്തി, സമാധാനം, സമൃദ്ധി ഉണ്ടാകാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല മാർക്കോടെ ഉന്നത വിജയവും, അവരാഗ്രഹിക്കുന്ന സർവീസിലോ പ്രൊഫഷനിലോ ജോലിയിലോ അവർക്ക് ജോയിൻ ചെയ്യാനും, അതോടൊപ്പം അവർക്ക് കുലത്തിന് ധർമ്മത്തിന് അനുസൃതമായ ഒരു ജീവിത പങ്കാളി ലഭിച്ച് നല്ല ഉത്തമമായ കുടുംബജീവിതം നയിക്കുവാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസ്സോ വ്യാപാരമോ ഉദ്യോഗമാകട്ടെ അതിൽ യഥാസമയം
ആവശ്യമുള്ളത്ര വരുമാന വർധന ഉണ്ടാകണമെന്നും അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിലും വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ യാത്രകളിലാകട്ടെ കുട്ടികൾ പഠിക്കുന്ന ഇടത്താകട്ടെ കുട്ടികൾ പഠനാവശ്യത്തിന് താമസിക്കുന്നിടത്താകട്ടെ കുട്ടികൾ പഠനാവശ്യത്തിന് ഇന്ന് യാത്രകളിലാകട്ടെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ ചെയ്യുന്ന വിനോദയാത്രയാകട്ടെ തീർത്ഥയാത്രയാകട്ടെ ഇതിലൊക്കെ അതുപോലെ ഒഫീഷ്യലി ചെയ്യുന്ന യാത്രകളിലൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുവാനും അതുപോലെ എല്ലാവരുടെയും കുലദേവത ഇഷ്ടദേവത ഗ്രാമദേവതയുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവദാ സർവത്ര ആ 33 ദേവതകളുടെ പ്രവാചകന്മാരുടെ പുണ്യ മനസ്സുകളുടെ ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ അവരുടെ പ്രാർത്ഥനയുടെ ഫലം എല്ലാവർക്കും ലഭിക്കുവാനും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതദേശത്തിലെ എല്ലാ ഓരോ അണുവിലും തുടിക്കുന്ന ആ സ്പന്ദനം ലോകത്തെല്ലാവർക്കും കിട്ടുവാനും എല്ലാവരിലും നല്ല ജീവിതം വരുവാനും ശാന്തിയും സമാധാനവും വരുവാനും ഇന്നത്തെ എൻ്റെ ഉപാസന മന്ത്രജപം പാരായണം എല്ലാം അതിൻ്റെ പുണ്യം എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലായ്പ്പോഴും എപ്പോഴും നല്ലത് തന്നെ വരണം, നല്ല ചിന്തകൾ വരണം, നല്ല പ്രവൃത്തികൾ വരണം, നല്ലതായിട്ടുള്ള റിട്ടേൺസ് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ആൾ, താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓക്കെ.